Hi Carrots and welcome back to my channel. Carrots 2026-27 SSCGയുടെ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ ഒക്ടോബർ മന്തിൽ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് അണ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നീ സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികൾ കാണും. ഇവർക്ക് മാത്സുമായിട്ട് അധികം കണക്ഷൻ കാണത്തില്ല. അതേപോലെ SSCGDക്ക് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒത്തിരി കുട്ടികൾ +2 കഴിഞ്ഞതിന് ശേഷം സ്റ്റഡിയുമായിട്ടുള്ള ടച്ചും വിട്ട് കാണും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും 2026-27 SSCGDക്ക് തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അണ ഡിഫൻസ് അക്കാഡമി ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബാച്ചിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആദ്യത്തെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു വിക്രാന്ത് ബാച്ചിൽ മാത്സ് പഠിപ്പിക്കുന്ന നന്ദു സാറിൻ്റെ ക്ലാസ്സാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ SSCGDക്ക് പഠിപ്പിക്കുന്ന എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കും 2026-27 പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് SSCGDക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് മാത്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫസ്റ്റിൽ അത് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ, അതായത് ഡെസിമൽ, അതായത് നിങ്ങൾ SSC ലെവലിലുള്ളൊരു എക്സാമാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വരെ നിങ്ങൾ ചിലപ്പോൾ എഴുതിയ എക്സാമുകളെന്ന് പറഞ്ഞാൽ ടൈം കിട്ടാം. നമുക്കിപ്പോൾ ഒരു PSC പരീക്ഷ എഴുതാനാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്, OMR ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്നതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ആ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ ഇത് ഓൺലൈനിലാണ്, കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ഇത് ആദ്യത്തെ ക്ലാസ് തന്നെ കൊണ്ടിടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഇനിയിപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ വരാനുണ്ട്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരാനുണ്ട്. ഇപ്പോൾ വരും, നമ്മൾ പഠിക്കുമല്ലോ. അതുപോലെ തന്നെ പിന്നെ പെർസെൻറ്റേജ് വരാനുണ്ട്, ആവറേജ് വരാനുണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരാനുണ്ട്, വർക്ക് ആൻഡ് ടൈം, പൈപ്പ് ആൻഡ് സിസ്റ്റൻസ്. ഇവിടെ എല്ലാം ഫ്രാക്ഷൻസിൻ്റെയും ഡെസിമൽസിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസ് അവിടെ വരുന്നതാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതും ചോദിക്കാൻ ഉള്ളതുമായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ ബാച്ചിലും ഓരോ വർഷവും ഓരോ ബാച്ചുകളാണ് വരുന്നത്. ഓരോ ബാച്ചിലും ഒരു 70% കുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്സിൽ സ്പീഡില്ല സാറേ, എനിക്ക് സ്പീഡില്ല. അപ്പോൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്പീഡ് വേണം. ഒരു മാത്സിൽ നമുക്കൊരു മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പീഡ് വേണം. ഒരു മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, സ്പീഡ് വേണം. അപ്പോൾ സ്പീഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, സ്പീഡെന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ സ്പീഡ് ആയിരിക്കണം. അതൊക്കെയാണ് ഈ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരാളിനെ മാത്രമേ അവർക്ക് മതിയാവൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് മാത്സിൽ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പഠിക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 to 30, 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പണ്ട് നമ്മൾ 5ലും 6ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും നമ്മൾ പഠിക്കും. പക്ഷേ നമുക്ക് 1 മുതൽ 30 വരെയുള്ള സംഖ്യയുടെ സ്ക്വയറുകൾ വേണം. പിന്നെ ക്യൂബുകൾ വേണം. ക്യൂബ്സ്, 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ വേണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരെ എല്ലാവർക്കും അറിയാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരെ എല്ലാവർക്കും അറിയാം. അത് പോരാ, 1 മുതൽ 20 വരെയെങ്കിലും പഠിച്ചിരിക്കുക. 20 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ പഠിക്കണം. 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് പഠിക്കണം. അപ്പോൾ സ്ക്വയർ എന്താണ്, ക്യൂബ് എന്താണ് അത് പറയണം. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അങ്ങനെ പഠിച്ചു വെക്കണം. ഇങ്ങനെ എഴുതിയിട്ട് ഇനി ഇത് പഠിക്കാൻ വേണ്ടി ഇന്നിപ്പം സാറ് പറഞ്ഞതുകൊണ്ട് ഇന്നങ്ങ് എഴുതിയിട്ടിട്ട് ഇന്നങ്ങ് പഠിച്ചേക്കാം, നടക്കുന്ന കേസല്ല. നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതിയിടുക, എഴുതിയിട്ടിട്ട് ചുമ്മാ
ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. 21 ദിവസം നമ്മളിത് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ 22ാമത്തെ ദിവസം വായിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇത് വരും. മാനുഷികമാണ്. ഞാൻ BEdന് പഠിച്ച സമയത്ത് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച ഒരു മെത്തഡാണ് 21 ഡേയ്സ് മെത്തേഡ്. നമ്മൾ പഠിക്കണ്ട, നമ്മൾ വായിച്ചാൽ മതി. ചുമ്മാ വായിക്കുന്നതിന് ഇറക്കൊന്നും കൊടുക്കണ്ടല്ലോ, ചുമ്മാ വായിച്ചാൽ മതി. 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം വായിച്ചാൽ 22ാമത്തെ ദിവസം തൊട്ട് നമുക്ക് എന്താണ് ബൈഹാർട്ടായിരിക്കും. അതുപോലെ തന്നെ ക്യൂബ്, 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 അതുപോലെ തന്നെ 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇങ്ങനെ ക്യൂബുകൾ പഠിച്ചിരിക്കുക. 30 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ പഠിച്ചിരിക്കുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരെ നമുക്കറിയാം, അത് പോരാ. 20 വരെ. ഇനി 20 വരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയാനുള്ളത് 11, 12, 13. അതിനകത്ത് പ്രൈം നമ്പറായിട്ട് വരുന്നത് 13, 11ആണ്. പിന്നെ 19, 17 ഇവരുടെയൊക്കെ ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് SSC സ്ഥിരമായി ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കിയാൽ മതി. ക്യാൻസലേഷൻസ് എല്ലാം ഈ പ്രൈം നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ക്യാൻസലേഷനാണ്. അപ്പം ആ മൾട്ടിപ്ലിക്കേഷൻ ആ ടേബിൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിവരെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾ നല്ല സ്പീഡായിരിക്കും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പരീക്ഷയ്ക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടി, നമ്മൾ ആ ആൻസറിലേക്ക് എത്തി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് കിട്ടിയാലോ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ആ ഒരു കോൺഫിഡൻസ് പരീക്ഷാ ഹാളിൽ അല്ലെങ്കിൽ ആ പരീക്ഷാ സെൻറ്ററിൽ നേടിയെടുക്കാനായിട്ട് ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് 3 ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഇനി വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. ഇനി ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഞാൻ പഠിപ്പിക്കുമല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ ബാച്ചിനോട് ഞാൻ പറഞ്ഞത്, ഞാൻ ഡിസ്കസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ബാച്ചിനോട് ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതിനകത്തൊന്നും പഠിച്ചെടുക്കാനില്ല, എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും പഠിക്കാനില്ല. പുതിയതായിട്ടൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പുതിയതായി നമ്മളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെ തൊട്ട് തലോടിപ്പോയ കുറേയേറെ കാര്യങ്ങളെ പറ്റി നമ്മൾ വീണ്ടും ഒന്ന് ചർച്ച ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. ആണ്ടെ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ചുമ്മാ ഒന്ന് വായിച്ചേക്കാം. വേണ്ട, ഇതെല്ലാം ഓരോ ചോദ്യങ്ങളാണ്. കണ്ടോ, ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ ചോദിച്ച, നിങ്ങൾ കണ്ടുവന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. ഇതൊക്കെ എങ്ങനെ ചെയ്യാവുന്നുള്ളതാണ്. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബേസ് വേണമല്ലോ. ആ ബേസാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഭിന്നസംഖ്യ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്തുവാടെ? ഒരു നമ്പർ മുകളിലും വരയിട്ടിട്ട് ഒരു നമ്പർ താഴെയും. P/Q ഫോമിൽ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? P/Q. Q നോട്ട് ഈക്വൽ ടു 0. Q എന്താവാൻ പാടില്ല, നോട്ട് ഈക്വൽ ടു 0. P/Q ഫോമിൽ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുമ്പോഴേ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളൊരാളിന് പറഞ്ഞു കൊടുക്കണം, ഇത് ഞാൻ പഠിച്ചിട്ട് ചെന്നിട്ട് ഞാനൊരാളിന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തില്ലേ നാണക്കേടാ എന്നുള്ള രീതിയിലേ പഠിക്കാവുള്ളൂ. അന്നേരം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതാ നോക്കിയോ, എന്താണ് ഫ്രാക്ഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പണ്ട് പറഞ്ഞത് തന്നെ പറഞ്ഞാൽ മതി. എന്താ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകൾ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? Q എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. 0 ആയിക്കഴിഞ്ഞാൽ പോയില്ലേ, 0 ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ്, അല്ലെങ്കിൽ P/Q രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെയാണ് എന്താ പറയുന്നത്? ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ഫ്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം 1/2. വേറൊരു ഫ്രാക്ഷൻ പറഞ്ഞാൽ 5/3. വീണ്ടും ഒരു ഫ്രാക്ഷൻ പറഞ്ഞാൽ എന്താണ്? 2/3. ഇതെല്ലാം ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്.
ഇനി ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ, എത്ര തരം ഫ്രാക്ഷൻ ഉണ്ട്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന Q ≠ 0, Q 0 ആവാനും പാടില്ല. P/Q ഫോമിൽ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഫ്രാക്ഷൻസ് എത്ര തരമുണ്ട്? ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്. 2 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്. പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. ഈ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രാക്ഷൻ എത്ര തരമുണ്ട്? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അല്ലേ? പ്രോപ്പർ ഫ്രാക്ഷൻ്റെ മലയാളവും കൂടെ ഞാൻ പറഞ്ഞു. സാറ് പറഞ്ഞിട്ടുണ്ട് മലയാളം മീഡിയം പഠിച്ച പിള്ളേരുണ്ട്, മലയാളവും കൂടെ പറയണം. അതിനെന്താ പറഞ്ഞേക്കാം? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം, സാധാരണ ഭിന്നം. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ വിഷമ ഭിന്നം. ഭയങ്കര വിഷമമാണ്. പിന്നെന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയും ഇങ്ങനെ വരും. 7/1/2 ഉണ്ടോ? 6/1/2. അപ്പോൾ എത്രയാണ്? 8/1/3. ഇതൊക്കെയാണ് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സായി ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും കൂടി വരുന്നതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ എന്തുവാണെന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഞാനൊരു ടോപ്പിക്ക് പറയുമ്പോൾ അതിൻ്റെ ബേസ് കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q എന്ന സ്ഥാനത്ത്, അതായത് P/Q എന്ന് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്ന് എഴുതുന്ന സംഖ്യകളെല്ലാം ഫ്രാക്ഷനാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. Q എന്താവാൻ പാടില്ല? 0 ആവാനായിട്ട് പാടില്ല. എത്ര തരം ഫ്രാക്ഷൻ ഉണ്ട്? പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. പ്രോപ്പർ, ഇംപ്രോപ്പർ. കഴിഞ്ഞ പ്രാവശ്യം ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാം? ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ എല്ലാ പരീക്ഷയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്ന ആളാണ്. ഞാൻ എല്ലാ പരീക്ഷയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കും. കാരണം ഞാൻ പഠിപ്പിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഇത് പറയാനുള്ള കാരണം ഒരു പോയിന്റ് പോലും കാരണമില്ലാതെ പറയുന്നില്ല. ഓഡ് വൺ ഔട്ട് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ABCD. എനിക്ക് ഓപ്ഷൻ വരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓഡ് വൺ ഔട്ട് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, റെക്കറിംഗ് ഫ്രാക്ഷൻ. ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതിനകത്ത് ഓപ്ഷൻ വന്നെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ, റെക്കറിംഗ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ചെയ്താൽ പല ആളുകളും, ഞാൻ പഠിപ്പിച്ച പിള്ളേരായാലും തന്നെയും പല ആളുകളും മിക്സഡ് ഫ്രാക്ഷൻ എഴുതി വെച്ചു. ഓപ്ഷൻ ഡി ആണ് മിക്സഡ് ഫ്രാക്ഷൻ എഴുതി വെച്ചു. കാരണം എന്താ? എല്ലാ ഫ്രാക്ഷനും എന്താ പറയുക P/Q ഫോമിലാണ് വരുന്നത്. അങ്ങനെ വിചാരിച്ചു. എല്ലാ ഫ്രാക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? P/Q ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇയാൾ P/Q ഫോമിലായിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷൻ P/Q ഫോമിലാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ P/Q ഫോമിലാണ്. അതുപോലെ തന്നെ റെക്കറിംഗ് ഫ്രാക്ഷനും P/Q ഫോമിലല്ലാത്ത ഒരാളെന്ന് പറയുന്നത് D ആണ്. അതായത് ഇത് P/Q ഫോം അല്ലല്ലോ, ഇത് P/Q ഫോം അല്ലല്ലോ, ഇത് P/Q ഫോം അല്ലല്ലോ, അതുകൊണ്ട് അതായിരിക്കും എന്നും പറഞ്ഞാണ് ഇവന്മാരെല്ലാം ഈ D എഴുതി വെച്ചത്. പക്ഷേ ആൻസർ എന്ന് പറയുന്നത് റെക്കറിംഗ് ഫ്രാക്ഷൻ ആയിരുന്നു. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കറിംഗ് ഫ്രാക്ഷനാണ്. കാരണം എന്താണെന്നറിയാമോ? ടൈപ്പ് ഓഫ് ഫ്രാക്ഷനകത്ത് നിങ്ങൾ പ്രോപ്പർ ഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്, 3 മിക്സഡ് ഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്. റെക്കറിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നുണ്ടോ? റെക്കറിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നുണ്ടോ? ഇല്ല. റെക്കറിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. റെക്കറിംഗ് ഡെസിമലുണ്ട്. റെക്കറിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ആരാണ്? ഇല്ലാത്തത്, നമ്മളിതുവരെ പഠിക്കാത്തത് റെക്കറിംഗ് ഫ്രാക്ഷനാണ്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. കണ്ടോ? ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ എത്ര മാർക്കാണ് പോകുന്നത്? ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന എത്ര വർഷമായിരിക്കും, എത്ര മാസങ്ങളായിരിക്കും, എത്ര രാത്രികളിലായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് പോയത് കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആകെ 3 ഫ്രാക്ഷൻസേ ഉള്ളൂ. റെക്കറിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. റെക്കറിംഗ് ഡെസിമലുണ്ട്. അത് ഞാൻ പറയാം ഡെസിമൽ പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2
1/3, 2/5, 3/8 ഇതൊക്കെ ഉണ്ടോ? ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ്റെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ആണെന്ന് പറഞ്ഞു. ഈ P യെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ക്യൂവിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് വിളിക്കുന്നത്. P യെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂമറേറ്റർ, അംശം മലയാളത്തിൽ പറഞ്ഞാൽ. ഡിനോമിനേറ്ററിനെ എന്താ വിളിക്കുക? ഛേദം. അംശവും ഛേദവും. ഇതാണ് നോക്കി, ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്റർ ചെറുതാണ്, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അത് നോട്ടൊന്നും ആരും എഴുതിയിടുമൊന്നും വേണ്ട, മനസ്സിലാവണമെന്ന് ഭംഗി പോയിൻ്റായിട്ട് എഴുതിയിട്ടാൽ മതി. ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ അതാണ്ട് ഇതുപോലുള്ള പരിപാടികളൊക്കെ ചോദിച്ചാൽ ഈ ബേസിക്കൊക്കെ നമുക്ക് വെച്ച് എഴുതാൻ പറ്റും. ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ വലുതാണ്, ന്യൂമറേറ്റർ ചെറുതാണ്. ഇങ്ങനെ എഴുതുന്നവരെയാണ് എന്താ? പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലോ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ചും ഇട്ട് കൊടുത്താൽ മതി. 12/5, 5/3, 17/3 ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ന്യൂമറേറ്റർ വലുതാണ്, മുകളിലുള്ള ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുതാണ്. ഇവരെയാണ് എന്താ വിളിക്കുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മിക്സഡ് ഫ്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇതുപോലെ മിക്സ് രണ്ട് തരം ഫ്രാക്ഷൻ മിക്സ്. അങ്ങനല്ല, ഒരു നമ്പരും ഒരു ഫ്രാക്ഷനും. 7.5 ഉണ്ടോ? 7 എഴുതിക്കുന്നുണ്ടോ? 6.5 എഴുതിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ 8/1/3 എഴുതിക്കുന്നുണ്ടോ? ഇതൊക്കെ മിക്സഡ് ഫ്രാക്ഷനുകളാണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. എന്താ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ P/Q എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം എടുത്തു പറയണം, Q 0 ആവാൻ പാടില്ല. അങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. എത്ര തരം ഫ്രാക്ഷൻ ഉണ്ട്? 3 തരം ഫ്രാക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണത്? പ്രോപ്പർ ഫ്രാക്ഷൻ, രണ്ടാമത്തെ എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മൂന്നാമത്തെ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം വരും, പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ്റെ രണ്ട് ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ മുകളിൽ കിടക്കുന്ന ആൾ, താഴെ കിടക്കുന്ന ആൾ ഡിനോമിനേറ്ററുമാണ്. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ എന്നർത്ഥം. ഒരു നാച്ചുറൽ നമ്പരും പിന്നീട് എന്താണ്? ഒരു ഫ്രാക്ഷനും കൂടി ചേർന്ന രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? പറയണേ, അവിടെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാം, പറഞ്ഞാൽ മതിയേ. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണോ? എനിക്ക് അടുത്തതിലേക്ക് പോകാമോ? ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നമ്പർ സിസ്റ്റമാണ്. ഫ്രാക്ഷൻ അഡീഷൻ ഉണ്ടാവും, സബ്സ്ട്രാക്ഷൻ ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, ഡിവിഷൻ ഉണ്ടാവും. ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ആ ചാറ്റ് ബോക്സിൽ വിട്ടിരുന്നാൽ മതി. ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചില ലാപ്പിൽ ചെയ്യുന്നുണ്ടാവും, ചില മൊബൈലിൽ കാണുന്നവരുണ്ടാവും. ഇത് എങ്ങനെ ഏത് സാഹചര്യത്തിലാണെന്ന് ഞാൻ ഒരു കണക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ലോ എന്ന് ഞാൻ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയാതെ എനിക്കറിയില്ല. നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ടിരുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതായിരിക്കും. നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു റെഗുലർ ക്ലാസ് എന്നുള്ള നിലയിൽ
നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം, ഞാനതിന് ഉത്തരം തരാൻ ബാധ്യസ്ഥനുമാണ്. ഓക്കെ, ഞാനൊരു കാര്യം ഉറപ്പ് തരാം, ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഫ്രാക്ഷനും ഡെസിമൽ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ സെറ്റായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൊട്ടാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഇതൊക്കെ എന്തിനാ സാറേ പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം, ഞാനൊരു അധ്യാപകനാണ്, ഞാൻ പലമാതിരി കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇത് അറിയാത്ത കുട്ടികളും കാണും, നമുക്ക് അവരെയും കൂടെ പരിഗണിക്കണമല്ലോ, അതുകൊണ്ടാണ്. അതാണ് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻസ് തമ്മിൽ അഡീഷൻ ചെയ്യുകയാണ്. നോക്കാം. 2/3 + 5/3. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2/3 + 5/3. കഴിഞ്ഞ തിങ്കളാഴ്ച വേറെ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ കൊടുത്ത ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ്. അവിടെ ഒരു കുട്ടി, ഓൺലൈനിലല്ല ഓഫ്ലൈനിലാണ്, കുട്ടി പറഞ്ഞത് 7/6 എന്നാണ് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായോ? ആ ഒരു ഭയത്തിൽ നിന്നാണ് ഞാൻ ഇത് പറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാമായിരുന്നു, പക്ഷേ നടക്കില്ല. നോക്കിയോ, ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, അത് നോക്കിക്കോണേ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കണം. അതാണ് വേണ്ടത്. ആദ്യം വേണ്ടത് ഡിനോമിനേറ്റർ. ഒരു കാർ നിങ്ങളുടെ കയ്യിലോട്ട് എടുത്ത് തരുക, ഇത് ഓടിച്ചില്ല, പമ്പിൽ പോയി ഒരു 500 രൂപ പെട്രോൾ അടിച്ചുകൊണ്ട് പോവാ എന്ന് പറയാം. ആ കാർ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ല, പുതിയതായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ചാവി തന്നാണ്. നിങ്ങൾ എന്തായിരിക്കും ആദ്യം നോക്കുന്നത്? ആദ്യം അതിന് ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഓടി വന്ന വണ്ടിയാണെങ്കിൽ ഓക്കെ, ശരി. വേറെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആദ്യം അതിന് ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കണം. അത് ഡ്രൈവറുടെ, ഏത് വണ്ടിയായാലും ഡ്രൈവറുടെ കടമയാണത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കണം. ആരാടാ ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ 3 ഈ 3 ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ ആൻസറിലും ഡിനോമിനേറ്റർ എന്തായിരിക്കും? 3 ആയിരിക്കും. എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. 2 + 5 എത്രയാണ്? 7/3. തീർന്നു. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. 5/7 + 2/7 പറയാമോ? ആൻസർ പറയാമോ? ആൻസർ എന്ന് പറയാനൊന്നുമില്ല. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആണോ? ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിലും ഡിനോമിനേറ്റർ 7 ആയിരിക്കും. ബാക്കി അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. 5 + 2. അപ്പോൾ 7/7. 7/7 എന്നങ്ങ് എഴുതി വെക്കരുത്. ആ ആൻസർ കിട്ടി സാറേ, 7/7. 7/7 എന്ന് പറഞ്ഞാൽ എന്താ? അത് 1 ആണ്. തീർന്നു. ഇങ്ങനെ മാത്രമാണോ ഫ്രാക്ഷൻ വരുന്നത്? അല്ല. ഇങ്ങനെയാണോ ഫ്രാക്ഷൻ വരുന്നത്? അല്ല. ഞാൻ കാണിച്ചു തരാം. 2/6 + 3/2. ആഹാ, എന്ത് രസമുണ്ട്! ഒരു രസവും ഇല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റർ 6 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. ചെക്ക് ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ല. എന്തോ ചെയ്യും? LCM എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അത് വേണമെങ്കിൽ എനിക്കിവിടെ പറയാം. വേണ്ട. എന്താ പറയാത്തതെന്നറിയാമോ? എന്താ പറയാത്തത്? നമ്മൾ LKG ക്ലാസ്സിലോ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഇരിക്കുവാണോ? അല്ല. പിന്നെന്തിനാണ് ഇതിൻ്റെ 6ൻ്റെയും 2ൻ്റെയും LCM എടുത്ത് പിന്നെ ഇവിടെ ഗുണിച്ച് പിന്നെ അത് കൂട്ടി? എന്തെൻ്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാ നോക്കിയാൽ ക്രോസ് മൾട്ടിപ്ലൈ. ഇങ്ങനെ വേണം തുടങ്ങാൻ. വേണ്ട, ഇങ്ങനെ വേണം തുടങ്ങാൻ. ഇവിടുന്ന് വേണം തുടങ്ങാൻ. 2 × 2 ഇങ്ങനെ തുടങ്ങണം. 2 × 2 2 × 2 പ്ലസ് ആണ്. 6 × 3 കണ്ടോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? ഇങ്ങനെ വേണം തുടങ്ങാം. 2 × 2 പ്ലസ് 6 × 3 ഡിവൈഡഡ് ബൈ 6 × 2. എത്ര വരും ആൻസർ? 2 × 2 4 പ്ലസ് 6 3 18 ഡിവൈഡഡ് ബൈ 6 2 12. അപ്പോൾ എത്ര വരും? 18 4 22/12. 22/12 ആണ് വരുന്നത്. ഇതാണോ ഇതിൻ്റെ ആൻസർ? ഇതാണോ ഇതിൻ്റെ ആൻസർ? 22 4 + 18/12. സാറേ 4 + 18 എന്ന് പറഞ്ഞാൽ 22 ആണ് ബൈ 12. അല്ല, 22/12 അല്ല. ഷോർട്ടായിട്ട് എപ്പോഴും ഫ്രാക്ഷൻ പറയാമുള്ളൂ. എന്തുവാ ഫ്രാക്ഷൻ പറയുന്നത്? എപ്പോഴും ഷോർട്ടായിട്ട്. എങ്ങനെയാണ് ഷോർട്ട് ചെയ്യുന്നത്? ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറയും, വെട്ടിക്രിയ ചെയ്യുക എന്നൊക്കെ സാറന്മാർ പറയും. 22 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12. ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്നർത്ഥം. ഫ്രാക്ഷൻ്റെ റൂൾ പ്രകാരം
വീട്ടിലെ 2 മക്കളെ പോലെയാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ന്യൂമറേറ്ററിൽ എന്തോ ചെയ്താലും അത് ഡിനോമിനേറ്ററിലും ചെയ്യണം. ഇനി ഡിനോമിനേറ്റർ താഴെ കിടക്കുമല്ലോ, മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ ഒന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഡിനോമിനേറ്ററിനെ എന്തെങ്കിലും ചെയ്യാം, ന്യൂമറേറ്ററിനെ ഒന്നും ചെയ്യണ്ട. 22/12 നമ്മൾ കട്ടായി പോയത്. അപ്പോൾ 22/12 എന്ന് പറയുന്നതല്ല ഇതിൻ്റെ ആൻസർ. ഫ്രാക്ഷൻ എപ്പോഴും ചെറിയ രൂപത്തിൽ വേണം നമ്മൾ പറയാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ക്യാൻസലേഷൻ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ന്യൂമറേറ്റർ കൊണ്ട് ഡിനോമിനേറ്റർ കൊണ്ടെന്ന് ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ന്യൂമറേറ്ററിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം. വീട്ടിലെ 2 മക്കളെ പോലാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ താഴെ കിടക്കുമല്ലേ, ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചെയ്യാം, ന്യൂമറേറ്റർ അറിയത്തില്ലല്ലോ, അത് തെറ്റാണ്. നിങ്ങൾ ഡിനോമിനേറ്ററിൽ എന്താണോ ചെയ്യുന്നത് അത് ന്യൂമറേറ്ററിലും ചെയ്യണം. ഇനി ന്യൂമറേറ്ററിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിലും ചെയ്യണം. അതാണ് നമ്മുടെ ക്യാൻസലേഷൻ്റെ റൂള്. അതാണ്ട് 22 ഉണ്ട് 12 ഉണ്ട്. ഇതിനെ പപ്പാതി അങ്ങ് എടുക്കാം, ആദ്യം പകുതി അങ്ങ് എടുക്കാം. 22ൻ്റെ പകുതി എത്ര? 11. 12ൻ്റെ പകുതി എത്ര? 6. ഇനി ഇതിനെ എന്തെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 11നെ 11 കൊണ്ടല്ലാതെ വേറെ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേ സംഖ്യ കൊണ്ട് തന്നെ വേണം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇവിടെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷേ 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 11/6 എന്ന് നമ്മൾ ആൻസർ എഴുതേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ എത്ര വരും? ഇതിൻ്റെ ആൻസർ എത്ര വരും പറയാം. ഇതിൻ്റെ ആൻസർ എത്ര വരും? ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താ, ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കണം. ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 6 അങ്ങനെ വേണം ചെയ്യാൻ. പ്ലസ് 2 × 5 ഡിവൈഡഡ് ബൈ 2 × 6. അപ്പോൾ ആൻസർ എന്താ വരും? 3 × 6 18 പ്ലസ് I2 10 ഡിവൈഡഡ് ബൈ 6 2 12. അപ്പോൾ 28/12 വരുന്നത്. 28/12 28/12 ആണോ ഇതിൻ്റെ ആൻസർ? ഇത് ഓപ്ഷനിലും കാണും. ഇതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് ഓപ്ഷനിലും കാണും. 28/12 ഓപ്ഷനിൽ കാണും. നമ്മളിത് കിട്ടിയ പാടെ റഫ് ഷീറ്റൊക്കെ അവർ തരും കേട്ടോ. ആ റഫ് ഷീറ്റിനകത്ത് നമുക്കിത് കിട്ടിയ പാടെ നമ്മൾ അത് കൊണ്ടുവന്നങ്ങ് വെക്കും. അങ്ങനെയല്ല, വേറെ ഒരു ഓപ്ഷൻ കൂടെ കാണും. 28/12 വെട്ടി നമുക്ക് പപ്പാതി എടുക്കാം. 14/6 പപ്പാതി. മുകളിൽ പകുതി എടുത്താൽ താഴെയും പകുതി എടുക്കണം. 28ൻ്റെ പകുതി 14, 12ൻ്റെ പകുതി 6, 14/6 അതും ഓപ്ഷനിൽ കാണും. സാറ് പറഞ്ഞ് 2 കൊണ്ട് വെട്ടി, പണ്ട് സാറ് പറഞ്ഞായിരുന്നു, അതും കാണും. പക്ഷെ അതാണോ അതിൻ്റെ ആൻസർ? അല്ല. ഇതിനെയും വീണ്ടും പകുതി എടുക്കാം. 7 താഴെയും പകുതി എടുക്കണം. 7/3 അതിൻ്റെ ആൻസർ വരുന്നത്. 7/3 വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 28/12 ഓപ്ഷനിൽ കാണും, 14/6 ഓപ്ഷനിൽ കാണും, ഈ 7/3 ഓപ്ഷനിൽ കാണും. ഏതാ എടുക്കേണ്ടത്? 7/3 എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അഡീഷനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? പറയണം കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സാണ് നമ്മൾ. നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് മൂളിയാൽ പോലും ഞാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് പറയണേ. ഓക്കെ ആണേ പറയണം, എന്നാലല്ലേ ഞാൻ അറിയത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെയാണ്. സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെയാണ്. സബ്സ്ട്രാക്ഷൻ അതുപോലെ തന്നെയാണ്. നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 2/7 മൈനസ് 1/7 സെയിം പരിപാടി തന്നെയാണ്. ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കൂ. ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. 2 - 1 2 - 1 എന്ന് പറഞ്ഞാൽ 1. ഇനി വീണ്ടും 8/15 മൈനസ് 3/15 പറഞ്ഞോ. ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കാം ആദ്യം. അതെ, അപ്പോൾ ആൻസറിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. 8 × 3 എത്ര? 5. ഇതാണോ ഇതിൻ്റെ ആൻസർ? ഇതാണോ ഇതിൻ്റെ ആൻസർ? അല്ല, ഇതാണോ ഇതിൻ്റെ ആൻസർ? സാറേ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, പിന്നെ എന്തോ ചെയ്യും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്ക്. അതാണ് അതിൻ്റെ മൈൻഡ്. ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വരണം.
നേരത്തെ സാർ 2 കൊണ്ടല്ലേ ഇവിടെ 2 കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ. 2.5 7.5 വരത്തില്ല. 2 മാത്രമേ ഉള്ളൂ സംഖ്യ. 1 മുതൽ 9 വരെ സംഖ്യ കിടക്കില്ലേ. 1 കൊണ്ട് പറ്റിയില്ല, 2 കൊണ്ട് പറ്റും. 1 കൊണ്ട് എന്തായാലും പറ്റും. 2 കൊണ്ട് പറ്റുമോ നോക്കണം, ഇല്ലെങ്കിൽ 3 കൊണ്ട് പറ്റുമോ നോക്കണം. ഇവിടെ 2 കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 3 കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരൂടാ? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരൂടാ? 1 വരൂടാ. അതേ 5 കൊണ്ട് തന്നെ 5നെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതേ 5 കൊണ്ട് തന്നെ 15നെ ഡിവൈഡ് ചെയ്യുക. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 1/3 ആണ് ആൻസർ. എന്നാൽ അതാണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആൻസർ പറ. ഇതിൻ്റെ ആൻസർ പറ. എല്ലാവരും പോവാണ്. ഞാൻ തന്നെ പറയണമായിരിക്കും. സമയം കളയുന്നില്ല. ഇപ്പം തന്നെ ഒരു 11:39 അതുകൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആണ്. 13. 8 3 കുറച്ചാൽ 5. 5നെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 5 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 13നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊന്നും പറ്റാത്തതുകൊണ്ട് ഇനി ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ കാണിച്ചു തരാം. 2/3 മൈനസ് 1/8. ആഹാ, എന്ത് രസം. നേരത്തെ പരിപാടി തന്നെ. ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കിക്കേ. ഡിനോമിനേറ്റർ സെയിം ആണോ? എന്തോ ചെയ്യും? ക്രോസ് മൾട്ടിപ്പിൾ 2 × 8. പ്ലസിന് മാറി ഇവിടെ മൈനസ് ആണ്. മൈനസ് 3 × 1 ഡിവൈഡഡ് ബൈ 3 × 8. 2 × 8 16 മൈനസ് 3 ഡിവൈഡ് ബൈ 24. 16 3 ആയ 13 ബൈ 24. 13നെ 2 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല, 3 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല, 4 കൊണ്ട് വെട്ടാൻ. 13നെ 13 കൊണ്ടേ വെട്ടാൻ പറ്റത്തുള്ളൂ. ആ 13 കൊണ്ട് 24നെ വെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് നിർത്തിയേക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോയില്ല. പോകാം, സെറ്റ് ചെയ്ത് വിടാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1/2 × 2/2. അപ്പോൾ ഉടനെ നിങ്ങൾ പറയും സാർ ഡിനോമിനേറ്റർ സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷനകത്തും ഡിവിഷനകത്തും ന്യൂമറേറ്റർ സെയിം ആണോ ഡിനോമിനേറ്റർ സെയിം ആണോ എന്നൊന്നും നോക്കത്തില്ല. അത് എഴുതിയിട്ടു. എനിക്ക് ഒരു നാണക്കേടുമില്ല. നിങ്ങൾക്കിത് അറിയാൻ വയ്യാത്തവർ കാണും, അറിയാവുന്നവർ കാണും. ഞാൻ അധ്യാപകനാണ്, പഠിപ്പിക്കാനാണ് നിൽക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതങ്ങോട്ട് നോക്കിക്കോ. ഇതൊന്ന് ഗുണിച്ചേ. മൾട്ടിപ്ലിക്കേഷനകത്തും ഡിവിഷനകത്തും നിങ്ങൾ ന്യൂമറേറ്ററും നോക്കണ്ട, ഡിനോമിനേറ്ററും നോക്കണ്ട. മൾട്ടിപ്ലിക്കേഷനകത്തും ഡിവിഷനകത്തും നിങ്ങൾ ന്യൂമറേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്റർ നോക്കണ്ട. നേരിട്ടും ഗുണിച്ചോ. 1 × 2 ഡിവൈഡഡ് ബൈ 2 × 2 നേരിട്ടും ഗുണിച്ചാൽ 2/4. നേരിട്ടങ്ങ് ഗുണിച്ചെഴുതിയാൽ മതി. ഗുണിക്കാൻ പറഞ്ഞാൽ നേരിട്ടങ്ങ് ഗുണിച്ചാൽ മതി. 2/4. ഇതാണോ ഇതിൻ്റെ ആൻസർ? അല്ല. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 2, 1/2. ഇനി കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ളവന്മാർ ചെയ്യുന്ന പരിപാടി ഇതാ നോക്കിയോ. 1/2 × 2/2. ആഹാ, 1/2 × 2/2. 1/2 × 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/2 × 1 എന്ന് പറഞ്ഞാൽ 1/2. അങ്ങനെ ചിന്തിക്കാം. ഇനി 1/2 × 2/2. വേണ്ട, ഈ താഴെ കിടക്കുന്ന 2 മേളിൽ കിടക്കുന്ന 2 മട്ടിപ്പോയി. ഇനി മുകളിലൊരു 1 താഴെ ഒരു 2, 1/2. ഇങ്ങനെ ചിന്തിക്കാം. ഒരു ക്വസ്റ്റ്യനെ 3 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. എങ്ങനെ വേണേലും കിട്ടും. ഇതാ നോക്കിക്കൂ. 8/3 × 9/2. ഇതിൻ്റെ ആൻസർ പറ. 9/8. ചില പിള്ളേരെ നേരിട്ട് ഗുണിക്കാം എന്ന് പറഞ്ഞാൽ 9/8 72. 9/8 72. 3 2 6. ഇതിൻ്റെ 72/6 ഹരിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. 72/6 എന്ന് പറഞ്ഞാൽ 1 6 6 2 6 12.
കേട്ടോ. ഇനി കോമ്പറ്റീറ്റീവ് മൈൻഡ് 8/3 ഇൻറ്റു 9/2. ഈ 8ഉം 2ഉം 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. വലിയ സംഖ്യയുടെ അടുത്ത് വേണം ആൻസർ എഴുതാൻ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. വെട്ടുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്നർത്ഥം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. വലിയ സംഖ്യയുടെ അടുത്ത് വേണം ആൻസർ എഴുതാൻ. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 4 ഇൻറ്റു 3 എത്രയാണ്? 12. കണ്ടോ? അങ്ങനെ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. 8/3 ഇൻറ്റു 9/2. മുകളിൽ കിടക്കുന്നതും താഴെ കിടക്കുന്നതുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വലിയ സംഖ്യയുടെ അടുത്ത് വേണം ആൻസർ എഴുതാൻ. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 4 ഇൻറ്റു 3 12. ഇതാണ് കോമ്പറ്റീറ്റീവ് മൈൻഡ്. ഇനി ഡിവിഷൻ എന്താണെന്ന് നോക്കാം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കാലെ പിടിച്ച് തിരിച്ചിട്ട് ഗുണിക്കുക. അതാണ് തിരിച്ചിട്ട് ഗുണിക്കുക. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ 2/3. 1/2 ഞാൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നിങ്ങൾ ന്യൂമറേറ്ററും നോക്കണ്ട ഡിനോമിനേറ്ററും നോക്കണ്ട. അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഞാൻ നോക്കിക്കോ. 1/2 ഡിവൈഡ് ബൈ 2/3. ചില ആൾക്കാർ പറയും എൻ്റെ സാറേ എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. വേണ്ട, ഇത്രേ ഉള്ളൂ പരിപാടി. 1/2 ഡിവൈഡഡ് ബൈ 2/3. സാറേ ഇവിടെ 2 കിടക്കുന്നു, ഇവിടെ 2 കിടക്കുന്നു, മുകളിൽ കിടക്കുന്ന 2ഉം താഴെ കിടക്കുന്നവ 2 ഇവിടെ വെട്ടിപ്പോയി. 1/3. തെറ്റാ. ഡിവിഷൻ എങ്ങനെയാണെന്ന് അറിയാവോ? ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതണം. എഴുതി ഇൻറ്റു ഇത് രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചെഴുതണം. തിരിച്ചെഴുതാന്ന് പറഞ്ഞാൽ 3/2. എന്നിട്ട് ഗുണിച്ചാൽ മതി. തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയും ഒരാളിനെ മാത്രം. 1 × 3 3, 2 × 2 4, 3/4. ഈ തിരിച്ചിടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റെസിപ്രോക്കൽ എന്ന് പറയും. എന്താണ് റെസിപ്രോക്കൽ? വ്യുൽക്രമം. ഇപ്പം 1/2 ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ മതി. രണ്ട് തെറി പോലൊക്കെ ഇരിക്കുന്നു ഇല്ലേ? റെസിപ്രോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പച്ചത്തെറി പോലൊക്കെ ഇരിക്കുന്നു. ഇനി 3/5 അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5/3. നോക്കിക്കോടെ, ആദ്യത്തെ ആളിനെ അതുപോലെയാണ് ഇടുന്നത്, രണ്ടാമത്തെ ആളിനെയാണ് തിരിച്ചിടുന്നത്. സാറ് പറഞ്ഞ് റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ തിരിച്ചിട്ടാൽ ഗുണിക്കരുത്. തെറ്റാ. അതും ആ ഓപ്ഷനിൽ കാണും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. ഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, എത്ര തരം ഫ്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, ഡിവിഷൻ പറഞ്ഞു, അഡീഷൻ പറഞ്ഞു, സബ്സ്ട്രാക്ഷൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങളുടെ തലയിലോട്ട് കയറിയോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? അത് മാത്രം ഒന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ദ ലാർജസ്റ്റ്? ഇത്രയും പറഞ്ഞിട്ട് സാർ ഈ ക്വസ്റ്റ്യൻ ആണോ കൊണ്ടുവന്നത്? ഒന്നുമില്ല, ഞാനാ പറയാം. ഇവിടെ എത്ര ഫ്രാക്ഷൻ ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ ആരാണ് വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആ 4 എണ്ണം ഒന്ന് എടുത്ത് എഴുതി കാണിച്ചു തരാം. 7/9, 6/7, 22/25, 11/3. ഇതിനകത്ത് ആരാണ് വലുത്? ഓക്കെ, വലുത് മതിയല്ലോ. ഓക്കെ, നോക്കിക്കോ, ഇതൊരു മെത്തേഡാണേ, ഒരു സംശയവും വേണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. 7/9, 6/7, ഇതിനകത്ത് ഏതാണോ വലുത് അതെടുക്കണം. അപ്പോൾ ആദ്യം എന്താ? 7 ഇങ്ങനെ ഗുണിച്ച് നോക്കണം, ഇങ്ങനെ ഗുണിക്കണം. 7 × 7 49, 7 × 7 49. അപ്പോൾ അത് ഇവിടെ 7 × 7 49 വരും. 9 × 6 9/6 54. ഏതാടാ വലുത്? 49 ആണോ വലുത്? 54 ആണോ വലുത്? 49 ആണോ വലുത്? 54 ആണോ വലുത്? അതെ, 54 ആണ് വലുത്. അപ്പോൾ ഇതിനകത്ത് ഇയാളാണ് വലുത്. അപ്പോൾ ഇയാൾ പോയേ, ഇയാളാണ് വലുത്. ഇനി
ഇയാളും 6/7 22/25 കൊണ്ടുവന്നു വിളിച്ചു നോക്കാം. ഇതിനകത്ത് ആരാ വലുതെന്ന് നോക്കാം. 6 × 25 6 × 25 എത്ര? 150. 7 × 22 7 2 14 7 2 14 1 15 154. ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാ? 150 ആണോ വലുത്? 154 ആണോ വലുത്? അതെ, 154 വലുത്. അപ്പോൾ 22/5 വലുത്. അപ്പോൾ ഇയാൾ പോയി. വലുത് മതി. അതിന് 22/5 22/25 11/3 കൂടെ നോക്കാം. 11/3 കൂടെ നോക്കാം. അതാണ്ട 22 × 3 66. 25 × 11 275. സാറെന്തുവാ സാറേ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ നോക്കിക്കോ. 13 സോറി 13 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ 13 സോറി എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്, തിരുത്തുവാണേ. 13 22 × 13 ആണല്ലേ. അപ്പോൾ 22 × 13 ഒന്ന് നോക്കിയേക്കാം. 22 × 13 ആണേ. അവിടെ ഞാൻ 3 ആണ് എഴുതിയതുകൊണ്ട് ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്നാണല്ലോ. 22 × 13 എത്ര നോക്കിക്കുക. 22 × 13 26 26 6 6 2 8 286. ഇതിനകത്ത് ആരാ വലുത്? 275 ആണോ വലുത്? 286 ആണോ വലുത്? 286 ആണ് വലുത്. അപ്പം ഇതിനകത്ത് ആരാ പോയത്? 11/3 പോയി. വലുതാരാണ്? 22/25 ആണ്. ഓക്കെ, കാര്യമൊന്നുമില്ല. ഞാൻ ഓടിച്ച് പോകുന്നൊന്നുമില്ല, പതുക്കെ പഠിപ്പിക്കുന്നുള്ളൂ. നോക്കിക്കോ. അപ്പോൾ ഇതിനകത്ത് ആരാണ് വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് തിക്നെസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ 7/9 ഞാൻ എഴുതി. 6/7 ഞാൻ എഴുതി. 22/25 ഞാൻ എഴുതി. 11/13 ഞാൻ എഴുതി. വലുതാരാണെന്ന് നോക്കുന്നത് എല്ലാം കൂടി ഇട്ട് നോക്കണ്ട. ആദ്യത്തെ 2 എടുക്കാം. 7/9 എടുക്കാം. 6/7 എടുക്കാം. ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് 7 × 7 49. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 9 × 6 54. ഇത് 49. വലുതാണ് വേണ്ടത്, ഏറ്റവും വലുതാണ്, ഇത് ലാർജസ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വലുതാരാണ്? 54. 49 ആണോ വലുത്? 54 ആണോ വലുത്? 54 ആണ് വലുത്. അപ്പോൾ ഇയാൾ പോയി, ഇവിടുന്ന് അയാളെ കട്ട് ചെയ്ത് അയാൾ ചെറുതാണ്. ഇനി അടുത്ത ഏതാണ്? 6/7. സോറി, മഷി മാറിപ്പോയി. ഇനി 6/7 22/25 നോക്കാം. ഓക്കെ, ഈ 6 × 25 150. 7 × 22 156. 154. 7 2 14 7 2 14 1 15 754. ഇത് 150 ആണോ വലുത്? 154 ആണോ വലുത്? അതെ, ഇയാളാണ് വലുത്. അപ്പോൾ ഇയാളെ വേണ്ട. ഇനി അവന്മാർ രണ്ടുപേരും ഉള്ളു. നോക്കാം. 22/25 11/13. 22 × 13 എന്ന് പറയുമ്പോൾ 26 26 6 8 286. 25 × 11 275. ഇതിനകത്ത് 286 ആണോ 275 ആണോ വലുത്? അതെ, 286 ആണ് വലുത്. അപ്പോൾ ഇയാളെ വേണ്ട, പോയി. ബാക്കി ആരാണ് വലുത്? 22/25. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആണെങ്കിൽ ആണെന്ന് പറയണേ. സംഭവം ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനില്ല, ഞാൻ എഴുതിയതായിരുന്നു. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ദ സ്മാളസ്റ്റ്? നിങ്ങളൊന്ന് പറയാമോ ഇതിനകത്ത് സ്മാളസ്റ്റ് ആരാന്ന് പറയാമോ?
ഇതിനകത്ത് സാറേ തന്നിട്ടില്ലല്ലോ. എടാ ഈ 4 എണ്ണത്തിനകത്ത് സ്മോളസ്റ്റ് ആരെന്ന് പറയാം ഇവിടെ. നോക്കണേ, നോക്കിയിട്ട് പറ. നേരത്തെ ലാർജസ്റ്റ് ആയാൻ പറഞ്ഞത്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ല. ഞാനിരുന്ന് സോർട്ട് ചെയ്ത് 2020 തൊട്ടുള്ളത് സോർട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നതാണ്. ചെയ്തു നോക്ക്. ഇതൊക്കെ വരും പരീക്ഷയ്ക്ക്. വരുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. അതിനാണ് ഇത് പറഞ്ഞതിനകത്ത് സ്മോളസ്റ്റ് ഏതാണ് പറഞ്ഞ്. പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് വേണം. ഇന്നത്തെ ക്ലാസ്സിൽ ചിലപ്പം സാർ പിന്നെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് പേനയും പേപ്പറും ലാപ്പ് മാത്രമായിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. പേനയും പേപ്പറും വേണം. ഇതൊരു റെഗുലർ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളും എൻ്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ചെറുതേതാണ്? ആദ്യം കിടക്കുന്ന ആരാണെന്ന് നോക്കിക്കുക. 9/11. 9/11 എത്ര പ്രാവശ്യം പറയുന്നത് നിങ്ങൾക്ക് നല്ലതല്ലേ? 11/12. 8/13. അടുത്ത എന്താണ് 10/14. അപ്പോൾ ആദ്യം ഇവന്മാരെ എടുക്കാം. 9/11 11/12 എടുക്കാം. നോക്കിക്കോ. 9 × 12. 9 × 12 എന്ന് പറയുമ്പോൾ 9 × 2 18 108. 11 × 11 121. ഇതിനകത്ത് ഏറ്റവും ചെറുതേതാ? ചെറുതാ വേണ്ടത്. 121 ആണോ 108 ആണോ ചെറുത്? അപ്പോൾ ഇയാളെ വേണം, ഇയാളെ വേണ്ട. ഇനി 9/11 8/13. 8/13 9 × 13. 9 × 13 9 27. 9 9 2 11 111. സോറി 11. 9 27-ന് 7 ഇഷ്ടം 2 9 9 2 11. ഇനി 11 × 8 88. 11 × 8 അല്ലേ? നേരത്തെ ആ 8-ന് പകരം ഞാൻ 18 എഴുതി വെച്ചായിരുന്നു കേട്ടോ. അതിപ്പോൾ തിരുത്തിയിട്ടുണ്ട്. 11 × 8 അതായത് 88. ഇതിനകത്ത് ചെറുതേതാ? 117 ആണോ 88 ആണോ ചെറുത്? 88 ചെറുത്. അപ്പോൾ ഇവനെ വേണം, ഇയാളെ വേണ്ട. 9/11 വേണ്ട. ഇനി 8/13 കിടപ്പുണ്ട്. 8/13 10/14. കറക്റ്റ് അല്ലേ? 8 × 14 4 8 32. 1 8 3 11 112. അടുത്തത് 13 × 10 130. ഇതിനകത്ത് ഏറ്റവും ചെറുതേതാ? ചെറുത് 112 അല്ലേ ചെറുത്? അപ്പോൾ ഇതാണ് ചെറുത്, ഇയാൾ വലുതാണ്. 10/14 വേണ്ട. അപ്പോൾ ലാസ്റ്റ് വന്ന ആരാ? 8/13. എനിക്ക് മിസ്റ്റേക്ക് വന്നത് എവിടെയാണെന്ന് ഇതേണ്ട കമൻറ്റിൽ തന്നെ കിടപ്പുണ്ട്. 18-ന് പകരം ഞാൻ 8 എഴുതി, 8-ന് പകരം ഞാൻ 18 എഴുതി വെച്ചു. അപ്പോൾ ഈ മെത്തേഡാണ് നമുക്ക് 8/13 വരുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? 8/13 3 കമൻ്റ് ഉണ്ട്, ഞാൻ തിരുത്തിയിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ മെത്തേഡ് ക്ലിയർ ആണോ? കൺവെർട്ട് 8/9 into ഡെസിമൽ നമ്പർ. കൺവെർട്ട് 8/9 into ഡെസിമൽ നമ്പർ. 8/9 ഡെസിമൽ നമ്പർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8/9 ഡെസിമൽ നമ്പർ ആക്കുക. ഒന്നുമില്ല, 8/9. 8/9 അറിയുള്ളൂ. 8/9 അതെന്തുവാ സാറേ? 8/9 എന്ന് പറയുമ്പോൾ 8-നകത്ത് 9 പോകത്തില്ല, ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. 0.0. 9/8 72. വീണ്ടും 8 പോയിൻ്റ് ഇട്ടതുകൊണ്ട് ഒരു 0 കൊടുക്കാം. 9/8 72. വീണ്ടും 8. അങ്ങനെ 0.88 എന്ന് വരും. അതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 8/9 ഡെസിമൽ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8/9 ഡെസിമൽ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8/9 അതായത് 8-നെ 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അടങ്ങത്തില്ല, അതുകൊണ്ടൊരു 0. 9/8 72. ബാക്കി 8 പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഒരു 0 കൊടുക്കാം. 9/8 72. ബാക്കി 8 88 0.88 വന്നത്. 88 അല്ല 88 വന്നത്. നടക്കുന്നു. ക്ലിയർ ആണേ? ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, വളരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ? ടെർമിനേറ്റിംഗ് ഡെസിമലോ? ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്താ ടെർമിനേറ്റിംഗ് ഡെസിമൽ? നോക്കാം, നോക്കിക്കോ. 1/32 ഡെസിമൽ പറഞ്ഞ് ടെർമിനേറ്റിംഗ് ഡെസിമലിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ഈ കണക്കിലേക്ക് വരാം. അതല്ലേ നല്ലത്? ടെർമിനേറ്റിംഗ് ഡെസിമലിനെ പറ്റി പറഞ്ഞിട്ട് നമുക്കിത് വരാം. ഡെസിമലിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അപ്പോൾ അത് പറഞ്ഞിട്ട് വരാം. ദാണ്ട കിടക്കുന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡെസിമലാണേ. 0.16 മുകളിലൊരു ഡാഷ് ഉണ്ട്, 0.15 മുകളിലൊരു ഡാഷ് ഉണ്ട്, 0.13 മുകളിലൊരു ഡാഷ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാ നോക്കിക്കോ, 0.16 ഇതൊരു ടൈപ്പാണ്. 0.16 മുകളിലൊരു ഡാഷ് ഉണ്ട് എന്ന് വെച്ചാൽ 0.166666 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമെന്നാണ് അർത്ഥം. ഓക്കെ, 6ൻ്റെ മുകളിലാണ് ഡാഷ് കിടക്കുന്നത്. നോക്കിയേ, 6ൻ്റെ മുകളിലാണ്. അപ്പോൾ 6 ഇങ്ങനെ പോയിക്കൊണ്ട്, ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊന്ന് നോക്കിക്കേ, 0.15 ആണ് പറഞ്ഞിരിക്കുന്നത്. 5ൻ്റെ മുകളിലാണ് ഡാഷ് ഉള്ളത്. 0.1555 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഇനി അതുപോലെ തന്നെ 0.13 മുകളിലാണ് ഡാഷ് 0.1333 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ 3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ എക്സെട്ര പോകുന്നതാണ്. ഏത് സംഖ്യയുടെ മുകളിലാണോ ഡാഷ് കിടക്കുന്നത് അത് റിപ്പീറ്റായി പോകും. അത് നിൽക്കത്തില്ല കണക്ക്. അതിനെയാണ് നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? അതാണ്, ഇതൊരു മെത്തേഡാണ്, നോക്കി വെച്ചോണം. 0.16 ഇതിനെ ഡെസിമലാക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അവിടെ 16/100 എന്ന് പറയുന്നതാണ് 0.16. 16/100, 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുമെന്ന് പണ്ട് സാർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. 16/100 ആണ് 0.16. ഇനി അതുപോലെ തന്നെ 15/100 അല്ലേ 0.15. അതുപോലെ തന്നെ 13/100 അല്ലേ 0.13. 10 കൊണ്ടാണെങ്കിൽ ഒരു സ്ഥാനം അപ്പുറത്തെ സൈഡ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റി കുത്തിടണം. 100 കൊണ്ടാണെങ്കിൽ 2 സ്ഥാനം മാറ്റി കുത്തിടണം റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട്. അന്ന് പണ്ട് പഠിച്ചതാണ്. ആ രൂപത്തിലോട്ട് മാറ്റി എഴുതാം. പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റില്ല. നോക്കാം, ഇവിടെ നോക്കിയോണേ, ഈ 16 അതിവിടെ റെക്കറിങ് അല്ല. ഇവിടെ മുകളിൽ ഡാഷൊന്നും ഇല്ലാത്തപ്പോഴാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ 16/100 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. 16/90 എന്ന് എഴുതണം. ഈ 90 എന്ന് വന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. 16/90 എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇനി അതുപോലെ തന്നെ 90ൻ്റെ കാര്യം ഞാൻ പറയാം. 0.15 15/90. ഇനി 0.13 എന്ന് പറഞ്ഞാൽ 13/90. ഈ 90 എങ്ങനെ വന്നു സാറേ? ഈ 90 എങ്ങനെ വന്നു സാറേ? ഈ 90 എങ്ങനെ വന്നു? അതാണ് അടുത്ത ഡൗട്ട്. ഈ 90 വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്തായാലും വരത്തില്ല. കാരണം ഇവിടെ റെക്കറിങ് ഒന്നും അല്ല, ഇവിടെ തീർന്നത്. 100 എന്തായാലും വരില്ല. ഇത് റെക്കറിങ് ആണ്. റെക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ
ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ, ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി രണ്ട് സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു സംഖ്യ മാത്രമാണ് ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. 6 6 6 6 6 6 6 5 5 5 5 5 5 5 3 3 3 3 3 3 3 ഇങ്ങനെ ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ, ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ 9 കൊടുക്കുക, ഒരു 0 കൊടുക്കുക. അപ്പോൾ ഒരു 9 കൊടുക്കുക, 0 കൊടുക്കുക. കാരണം അത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം നോക്കിക്കോ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. 0.16 എത്ര സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്? ഒരു സംഖ്യയാണ്. 6 6 6 6 6. അപ്പോൾ ഒരു 0. ഓക്കെ, ഒരു 9 കൂടെ കൊടുക്കാം. 100 കൊടുക്കാൻ പറ്റത്തില്ല, 9. ഒരു സംഖ്യ ആയതുകൊണ്ട് 9. അങ്ങനെയാണ് വരുന്നത്. രണ്ട് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോ. ഇനി ഇതെല്ലാം അവിടെ വന്നത് എന്താ ചെയ്തേ? സംഭവം മാറ്റിയിട്ടുണ്ട്. 16/90 പ്ലസ് ആണ് കിടക്കുന്നത്. പ്ലസ് 15/90 മൈനസ് 13/90. 16 പ്ലസ് 16/90 പ്ലസ് 15/90 13/90. കുറച്ച് എന്തായാലും 90 വരും. 15 നിന്ന് 13 പോയാൽ 2/90. ഇതാണ് നോക്കിക്കോ. 16 2 18/90. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നോക്കിക്കോ. 18 ഇവിടെ 18 ഇല്ല, ഇവിടെ 17 കിടക്കുന്നത്. 18/90. ഇപ്പോൾ റെക്കറിംഗ് ഡെസിമലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ വരും, അത് നമുക്ക് ചെയ്ത് നോക്കാം. അതാ നോക്കിയോ. 1.24 1.24 അതിൻ്റെ മുകളിലാണ് ഡാഷ്. അതിനെ എങ്ങനെ എഴുതാം? 1.24 24 24 24 എന്ന് പറഞ്ഞിങ്ങനെ പോകും. ഇതിനെ എങ്ങനെ എഴുതാം? ഇതാണോ നോക്കിയോ. ഇതിനെ എങ്ങനെ എഴുതാം? രണ്ട് സംഖ്യകൾ പോകുന്നുണ്ട്. അപ്പോൾ 900 എന്നല്ല എഴുതേണ്ടത്. ഇവിടം തൊട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഇതാ നോക്കിയോ. 1.24 ഇതിനകത്ത് രണ്ട് സംഖ്യകളും അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? 1.24 ഡിവൈഡഡ് ബൈ 99. നേരത്തെ കണക്ക് വിട്ടേരെ, ഇവിടം തൊട്ട് നോക്ക്. ഇവിടെ രണ്ട് സംഖ്യകളല്ലേ വരുന്നത്. രണ്ട് സംഖ്യ ആകുമ്പോൾ 100 കൊടുക്കേണ്ടത്. പക്ഷേ 100 കൊടുക്കാൻ പറ്റത്തില്ല, റെക്കറിങ് ആണ്. ഇവിടെ രണ്ട് സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 99. അപ്പോൾ നേരത്തെ കണക്കിൽ എന്താണ്? 0.15 ആണ്. നേരത്തെ കണക്കിൽ 15 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം 15/99 എഴുതാൻ പറ്റുമോ? രണ്ട് സംഖ്യകൾ പോകുമല്ലോ, രണ്ട് സംഖ്യ പോകില്ലേ. അപ്പോൾ ഒരു സംഖ്യ പോകുമ്പോൾ ഒരു 9. ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ ഒരു 9. ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ, 0. ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 9. ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, 0. ഇനി ഇവിടെ എന്തുവാ വന്നത്? ഇവിടെ വന്ന് രണ്ട് സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുക. ചെയ്യാന്ന് പറഞ്ഞാലോ 1.24. ഈ 24 ഈ സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു 9. 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു 9. ഇത്രയേ ഉള്ളൂ. സോറി 1.24 അല്ല, 120. ആ ഡെസിമൽ കളയണ്ടേ. 124 ഡിവൈഡഡ് ബൈ എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നു? ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 99. നേരത്തെ എന്തുമായിരുന്നു? നേരത്തെ ഇതെന്ന് പറഞ്ഞ് 15 ബൈ ആരുടെ റിപ്പീറ്റ് ചെയ്യാത്ത?
എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഒരു സംഖ്യ. അപ്പോൾ ഒരു 50 കൊടുക്കാം. ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് 0 കൊടുക്കാം. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇനി ഇതിനെ 124/99 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. തീർന്നു. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം. 4.467 ഇതിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് പറയാമോ? റെക്കറിങ് ഡെസിമൽ ഇതിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് പറയാമോ? ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇതിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാമോ? ഈ പോയിൻ്റ് മാറ്റി അങ്ങ് എഴുതുക. ആദ്യം 4.467 എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ 6 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 6 2 സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 2 എണ്ണം. ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടൊരു 0. 2 സംഖ്യകൾ റിപ്പീറ്റ് ചെയ്താൽ 2 9. ഒരെണ്ണം വെറുതെ കിടക്കുകയാണെങ്കിൽ ഒരു 0. ഇത്രയേ ഉള്ളൂ. ഇതാണ്. ഒരെണ്ണം പറയാം. ഇതൊന്ന് പറയാമോ? 3.267 ഇതൊന്ന് പറയാം. ഇതൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് പറയാമോ? ഇതൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് പറയാമോ? ഒന്ന് പറഞ്ഞ്. ഇത് 3.267 റെക്കറിങ് ഒന്ന് പറഞ്ഞേ. ആരും ഇല്ലേ? പറയുന്നില്ലേ? ഞാൻ തന്നെ പറഞ്ഞേക്കാം. 12:15 3.267 അത് പോയിന്റ് ഇല്ലാതെ എഴുതുക. 3.267 എത്ര സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരു സംഖ്യയാണ് 777. ഒരു സംഖ്യയാണ് 9. 2 പേര് റിപ്പീറ്റ് ചെയ്യാതെ കിടപ്പുണ്ട്. 2 0. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. പറയാതെ എനിക്കറിയില്ല. മാത്സിൽ വീക്കാന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഇതിനേക്കാൾ സംശയങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം ഇവിടുത്തെ ഫ്ലെക്സിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് പേര് ഓർമ്മയുണ്ട്. പല കുട്ടികളുടെ പേര് ഓർമ്മയുണ്ട്. അവർക്കൊന്നും ആദ്യമൊന്നും ആൻസർ ഒന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ അവർ താണ്ട് ആ ഫ്ലെക്സിൽ അപ്പുറത്തെ വാതിക്കൽ ഫ്ലെക്സ് അടിച്ച് വെച്ചതിനകത്ത് ആ 1 2 3 പേരുകളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.